ഹായ് ഗായ്സ്. അപ്പതേ നമ്മൾ കാത്തിരുന്ന നമ്മുടെ അഖിൽ ചേട്ടൻ്റെ കല്യാണമായി. ഞാൻ ഓഫീസിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയത് അഖിൽ ചേട്ടൻ്റെ കല്യാണം തന്നെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റേ പ്രസിദ്ധീകരിച്ചിട്ട് വീട്ടിലായിരുന്നു കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനൊക്കെ 7-7:15 ഞാൻ കുളിച്ചിട്ടാ. അല്ല, എണീറ്റു. കുളിയൊക്കെ കഴിഞ്ഞു. ഒരു രാവിലെ പോയി മുല്ലപ്പൂ ഒക്കെ മേടിച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് മേക്കപ്പ് ചെയ്യാം. ഓക്കെ ബൈ. അപ്പോൾ ദേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനൊക്കെ റെഡി ആയിട്ടാണ്. ആവും ചേച്ചിയും പ്രസിദ്ധേച്ചൊക്കെ താഴെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. എങ്ങനെയുണ്ട്? ഞാൻ ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബ്ലഷ് ഒന്നും ഇട്ടിട്ടില്ല. നമുക്കിനി താഴെ പോയിട്ട് അവരെ കൂടെ നമുക്ക് എടുക്കാം. അപ്പൊ ഇവരൊന്നും റെഡി ആയിട്ടില്ല. അവരൊക്കെ ഭയങ്കര സ്ലോ. ഞാനാണ് ഫസ്റ്റ് റെഡി ആയത്. അവിടെ മേക്കപ്പ് ചെയ്യണം നോക്ക്. ഇതൊക്കെ ഇടും വ്ളോഗില്. ഇത് റെഡി ആവണം. ഇവിടെ ഞാൻ റീൽസില് കാണുന്ന പോലെ ഇവിടെ എടുത്ത് കുത്തി നല്ല ഇറപ്പുണ്ടല്ലേ. ഇതെന്താ അത് തന്നെ വരുന്നേ? നമുക്കിനി പ്രസിദ്ധേച്ചിക്ക് തായ്ലൻഡ് ഒരു താജ്മഹൽ പണിയുന്നു. എന്നറിയാം. എന്റെ മുന്നിൽ ഇവർക്ക് അങ്ങനെ എഴുതി കൊടുക്കാൻ അറിയാമോ? കണ്ണെഴുതില്ല, പൊരിക മാത്രം. ഇങ്ങനെ ഇട്ടുണ്ട് ദിഗംബരി. ഇത് പറയും ഞാൻ ദീപഗലിയായി, ഞാൻ ദീപഗലിയായി. നശിപ്പിച്ചോ? ഇങ്ങനെ കമ്മലിട്ട് ഇനി മേലെ പോയിട്ടിടണം. ഐ ഷാഡോ ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ക്രീം ഉപയോഗിക്കാം. എവിടെയാട്ടാക്കണത്? ഫേസ് സ്കാനഡ് ആയിട്ടാ. എനിക്ക് എല്ല് തിളങ്ങാനായിട്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ലല്ല, ഇത് എവിടെ ഇടണ്ടെന്നും കൂടെ എനിക്ക് ശരി. ഞാനിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, പക്ഷേ ഇട്ടിട്ടുണ്ടെങ്കിൽ അകലം പോകും. പൊന്നു ഏജിടാ ഏജ് പോണ്ടേ? നമുക്ക് നോക്കിയേ. എനിക്ക് അയ്യോ പാവത ഉറങ്ങിക്കോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. മറന്നു തന്നെ. ഉറക്കത്തിനാ. ഒരു രാവിലെ കൊണ്ട് ദേ കത്രിക രാവിലെ പോയി പൊട്ടിച്ചു വന്ന മുല്ലപ്പൂ. അപ്പൊ അതെ നമ്മൾ ഫുൾ ഒരുങ്ങിട്ടോ. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്കിനി പാക്ക് ചെയ്യാം. എല്ലാം പാക്ക് ചെയ്ത് വീണ്ടും ബാഗിലോട്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ല. ഇനി നമ്മൾ അവിടുന്ന് നേരെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇനിയൊക്കെ പാക്ക് ചെയ്യാം. ബുഷിഞ്ഞ ഡ്രസ്സ് വാച്ച് മറന്നാനേ. അപ്പൊ നമുക്കിനി താഴെ പോവാം. അപ്പൊ ദേ ഞങ്ങൾ എല്ലാവരും റെഡിയായി. നിങ്ങളുടെ കൈ ഉണ്ടാവണം നിങ്ങൾക്ക്.
ചേച്ചി ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്. അപ്പോൾ ദേ ഇവിടെ സിദ്ധാർത്ഥ ചേട്ടനും അമൽ ചേട്ടനും എത്തിയിട്ടുണ്ട്. പാവം പാലക്കാട് പക്വാട തിന്നിട്ട് ഛർദി. അമൽ ചേട്ടൻ എന്താ സ്റ്റോപ്പായോ? നമുക്കിവിടെ ഒളിച്ച് കളിക്കാം. ബാ ഇങ്ങോട്ട് വാ. അത് പറഞ്ഞതിൽ പറഞ്ഞേ വീഡിയോ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് വാ, ഏറ്റിക്കടോ, വാടോ, വായോ, വാ 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 കളിക്കാം, വാ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. വന്നേ വാ, ഓടി വായോ. ഒളിച്ചതാ. ദേ ഇതവളുടെ കൂട്ടുകാരിയല്ലേ? ഫ്രണ്ടാണോ കുട്ടിയുടെ ഫ്രണ്ടോ? എന്താ പേര് അവളുടെ? പുന്നുവാ? ഓഹോ നോക്ക്. ഓ വേർത്തു. അപ്പൊ ദേ ഇവര് നമ്മളെ കൊണ്ടുവരാൻ വന്ന്. അതെ അതെ നമുക്ക് പോവണ്ടേ ഇനി? നമുക്ക് പോവണ്ടേ? അയ്യടാ മോനെ. അപ്പൊ നമ്മൾ പോവാം. ബൈ ബൈ. ഓ ശരി ശരി. ചേച്ചി ഇതൊക്കെ ഒന്ന് പിടിച്ചേ. ഞാൻ ഇതൊക്കെ ഒന്ന് പിടിക്കേ. എങ്ങനെയൊക്കെ ഇപ്പൊ കേറാതെ മൂന്നാമത്തെ വട്ടം തലടിക്കണത്. അപ്പൊ ഇനി നമ്മൾ ഇനി ഇവിടേക്ക് വരണത് ഇനി പ്രജിതേച്ചിയുടെ കല്യാണത്തിനാട്ടാ. അതെ അതെ ചേച്ചിയുടെ കല്യാണത്തിന് നമ്മൾ വരല്ലോ. സിദ്ധാർത്ഥ ചേട്ടൻ എന്തോ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. നല്ല മഴ ഇവിടുന്ന്, നല്ല മഴ. മഴയത്ത് എന്തിന് ഞാനും നമ്മള് ചായ കുടിക്കാൻ നിർത്തി. ചായ 2 ചായ. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു കഴിക്കാൻ പൊക്കോട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, പൊക്കോട ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു. അമല് പറഞ്ഞു എനിക്ക് പൊക്കോട വേണ്ട, നീ കഴിച്ചു. ഞാൻ ആ പൊക്കോട കഴിച്ചിരുന്ന് കഴിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ചതിയാ മനസ്സിലാക്കിയത്, വയറിന് പണി കിട്ടിയത്. റൂമിലെത്തിയിട്ട് തല ഇങ്ങനെ നമ്മളിങ്ങനെ വയറ്റുന്നൊരു വീടുണ്ട് ഏറ്റം. എന്താ ഛർദിക്കാനാണോ വാഷ്റൂം പോകാനാണോ എന്നൊരു പിടുത്തമല്ല. ഞാൻ കുറെ വാഷ്റൂം പോയി നോക്കിയാപ്പെട്ടെ, ഛർദിക്കാൻ നോക്കിയാപ്പെട്ടെ, നടക്കില്ല. അതില് കിടന്ന് കുറച്ചപ്പം ഛർദിക്കാൻ വന്നപ്പോ നേരെ വാഷ്റൂം പോയി ഒരു വട്ടം ഛർദിച്ചു. കിടന്നിറങ്ങിയതേ ഓർമ്മയുള്ളൂ. ഇന്ന് രാവിലെ എണീച്ച് തലക്കൊക്കെ ഒരു കനം. പിന്നെ ഒരു 2-3 വട്ടങ്ങൾ ഛർദിച്ചു. പിന്നെ പ്രജിതേനെ വീട്ടിൽ വന്ന് ഛർദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ആ വന്നു കഴിഞ്ഞാൽ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്ത് തരും. ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഹൈജീൻ നോക്കി കണ്ടൊക്കെ ഫുഡ് കഴിക്കണം. കാട്ടുഭക്ഷണം നമുക്ക് ഇവിടെ ഇന്നലെ ചെമ്മരിയാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ നടത്താൻ കൊണ്ടുപോയി തോന്നുന്നു. അതെ, മറ്റേ കൊളസ്ട്രോളിലുണ്ട്. ഞാൻ ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, AC ഒന്നും ഓണാക്കിട്ട് വരും. നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹോളെത്തിട്ട്. അപ്പൊ ഓൾറെഡി കല്യാണം കെട്ടൊക്കെ കഴിഞ്ഞുട്ടാ. നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ചിലവരുടെ മേക്കപ്പ് തീർന്നില്ല. എന്റെ മേക്കപ്പ് ഞാനൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് അഖിലിന്റെ കല്യാണത്തിന്. എവിടെ? പക്ഷെ കെട്ട് കഴിഞ്ഞു. സോറി, ഇവിടെ ഒരു കുളിച്ചില്ലെങ്കിലും ചന്ദനക്കുറി നിർബന്ധം. ആർക്ക്? തൃശ്ശൂർക്കാർക്ക് ചന്ദനക്കുറി ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സർവാണികളിലെ കാക്ക തുറിയ പോലെ. ഇതുണ്ടോ എവിടെ നെറ്റിയില്? ഞാൻ കുളിച്ചിട്ടാണ് ഇവിടെ തൊട്ടത്, അല്ലാണ്ട് വെറുതെ. നമുക്ക് 4 മണിക്ക് നോക്കാം. വാ. നോക്കിയാ ഇത്തിരി ഒതുങ്ങി നടക്ക്. ഇതാണ്ട നമ്മുടെ ഓഡിറ്റോറിയം.
കാണാൻ പറ്റില്ല. അപ്പൊ ഇവരെടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടൊന്നുമില്ല. വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അഖില് ചേട്ടന്റെ എക്സ്പ്രഷൻ നോക്കാം. അതെ, അഖില് മാമന്റെ എക്സ്പ്രഷൻ നോക്കാം. ദേ ഇരിക്കുന്നു, നോക്ക് അങ്ങോട്ട്, നോക്ക്. വീഡിയോ നിൽക്കുന്ന കൂടെ നിൽക്ക്, പോലെ പോലെ നോക്ക്. നമ്മള് നോക്കണില്ല. ഇത് അതിന്റെ നമുക്ക് റീലെടുക്കാം. ഇന്നലെ തൊട്ടൊരു റീലെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നടന്നതാ. ഒന്നും നടന്നില്ല. എന്ത് അയ്യോ, ഡിപ്രഷനാണോ? നോക്ക്. ഹാപ്പി മാരീഡ് ലൈഫ്. അതെ യൂട്യൂബിൽ വരും. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് സ്ഥലല്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട്. അയ്യോ, പാലക്കാട് സദ്യ. ഒരു ഹൗസ് വാമിങ്ങിന്റെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കല്യാണ സദ്യ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാം. റോഷൻ ചേട്ടാ പറയൂ, 2 വാക്ക് പറയൂ. അതെ, എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ വന്നപ്പോ സീറ്റൊക്കെ കഴിഞ്ഞു. അല്ല, ഫുള്ളായി. ഇവിടെ നമുക്കിരിക്കണോ? എല്ലാവരും വരുന്നുണ്ട്, പക്ഷെ സീറ്റില്ല. അയ്യോ ചമ്മി. ഇവരൊക്കെ ഇൻട്രോവേർട്ടാട്ടാ. ഓ, ടാറ്റൊക്കെ തന്ന്. പാലക്കാടൻ സദ്യയിലല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? ഏതാന്ന്? ഇതാണെന്ന് പാലക്കാടുകാരുടെ വീട്. ഇത് വേറെന്തോ സാധനം. എന്താ നമുക്ക് അതിന് കൂട്ടുകറി കഴിച്ചു നോക്കാം. ഇതൊന്ന് വേണ്ട. ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ടാവും. ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വേണ്ട. കൂട്ടുകാരെ നമ്മൾ കഴിച്ചു നോക്കിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം. കൂട്ടുകാർ ഇഷ്ടം. ഇനെന്തല്ല കഴിഞ്ഞോ? പാലട പപ്പട ചേച്ചി പോട്ടെ. ചോദിക്കണ്ടേ? പറയൂ എങ്ങനെയുണ്ട്?
സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലേ? ചേച്ചിക്ക് എന്താ പറയുന്നത്? ചേച്ചി എന്താ പറയാനുള്ളത്? പറയും. ശരി എന്നാ, ബൈ. നമ്മളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ പോവാൻ കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നമുക്ക് റിസപ്ഷന് ഇനി ഡ്രസ്സൊക്കെ മാറണല്ലോ. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ നമ്മൾ പോകും എല്ലാവരും, റിസോർട്ടിൽ. നമ്മളിനി അടുത്തത് അങ്ങോട്ടാണ് പോകുന്നത്. സദ്യയൊക്കെ നല്ലതായിരുന്നു കേട്ടോ, ഓക്കെ ആയിരുന്നു. 2 കപ്പിൾസ് അങ്ങോട്ട് നടന്നു പോകുന്നു. അമ്മേ എന്താന്ന്? ദുബായാ എന്തോ പറയുന്നവര്. ഇവരുണ്ടല്ലോ 2 പേരും കൂടി ഒളിച്ചോടി പോവാന്ന്. 2 പേരും കൂടിയിട്ട് ഒറ്റയ്ക്ക് ഒളിച്ചോടി പോവാന്ന്. ഗായ്സ് നമ്മുടെ റിസോർട്ട് എത്തിട്ടോ. തുറക്കങ്ങോട്ട്. എവിടെ ഗായ്സ്? ഇവിടെ ഒരു പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെയാണോ? സർപ്രൈസ് ആണെന്നാണ് പറയുന്നത്. കാണുന്നുണ്ടോ? രസമുണ്ട്. കാട്, മല, കുളം, റിസോർട്ട്. അതെ. അമ്മേ അയ്യോ. നമ്മള് പ്രജിതേച്ചിനെ ഇവിടെ വേണ്ട, നമുക്ക് ഫോട്ടോ എടുക്കാം. അയ്യോ പോയി. ഇതേ നോക്ക്, ഓടിപ്പോയി മയില്. എന്നിട്ടാ അത് ഉണ്ടാക്കി വെച്ചേക്കണ്ടെന്ന് തോന്നുന്നു. ഗായ്സ് ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ കാക്കപ്പൂണ്ട്. ഇതെന്റെ വീട്ടിലില്ല, നമുക്ക് ഇതിന്റെ ഒരു തൈ കൊണ്ടുപോവാം. ഹായ്, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു കിളിക്കൂടൊക്കെ ഉണ്ട് കണ്ടോ. എന്നാ വീഡിയോ എടുത്തേ. അയ്യോ വരൂ ഗൈസ്, നമുക്കൊരു ഹോം ടൂർ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. ഇത് അമൽച്ചേട്ടൻ, ചൂടിപ്പായൊക്കെ ഉണ്ടല്ലോ നമുക്കിവിടെ ലൈറ്റ് ഇടാം. പോലെ. ഗൈസ് ഇതാണ് കിച്ചൺ. ഇതൊരു നാറ്റല്ലേ? ഈ റൂം മതി ഞങ്ങക്ക്. ഇതാരതാ? ഇത് മതി. അങ്ങനല്ല മോളിക്ക്, ഇങ്ങോട്ട് വാ. കണ്ടാ ഓപ്പണാ, ഇതുകൂടെ കയറാൻ പറ്റില്ല. ഗൈസ് ഇവര് നോക്കട്ടെ. ആ ഒരു ഭംഗിയില്ല. ലൈറ്റ് ഇട്, ആ മേലത്തെ ലൈറ്റ് ഇട്. ആ ഇപ്പൊ രസമുണ്ട്. നീളനെ എടുക്കാം. ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പാട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അറിയില്ല. ആ മേശം ഉണ്ട് നോക്ക്. പറയ് പെട്ടെന്നുള്ള ശ്രദ്ധയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള അഞ്ജന ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെടേണ്ടതാണ്. അഞ്ജന അപ്പൊ ഗൈസ് നമ്മളുടെ റിസപ്ഷന് പോകാൻ റെഡി ആയിട്ടാ. നമ്മുടെ ഔട്ട്ഫിറ്റ് ഒക്കെ നമ്മൾ മാറി. അപ്പൊ ഗൈസ് നമ്മൾ റിസപ്ഷന് പോകാൻ റെഡി ആയിട്ടോ. ഡ്രസ്സൊക്കെ മാറി. ഇനിയുണ്ട് ഡ്രസ്സ് മാറാനിട്ട് വേണം ആൾക്കാർ.
ഹായ് ആവൺ ചേച്ചി കാറ് മാച്ച് നിന്ന എങ്ങോട്ട് നോക്കിയാ ആ മാച്ച്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. എന്നെ കിട്ടിയില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ റിസോർട്ട്. എന്താണ് അമ്മലേട്ടായി ചെയ്യുന്നത്? കുളിച്ചില്ലെങ്കിലും കുറി തൊടാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇത് പുറമേക്ക് കാണുന്ന പോലെയല്ല, ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ. ദേ പൂക്കി സിദ്ധാർത്ഥ ചേട്ടൻ കൊറിയൻ വൈബ് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ കേട്ടോ. ഇനി നമ്മൾ പ്രജിതേച്ചിയുടെ കല്യാണത്തിനാ. പ്രജിതേച്ചിയെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ മതിയേ, ഇവിടെ മതിന്ന്. ഇവിടെ സെറ്റ് സ്ഥലം. പക്ഷെ ഇവരൊന്നും കയറ്റൂല കേട്ടോ. ഞാൻ അവൻ ചേച്ചി സീതേച്ചൊക്കെ ഇവിടെ. നമുക്ക് തിന്നാനായിട്ട് കണ്ടോ പഴം വറുത്തത് മോസ്റ്റ് ഫേവറേറ്റ്. അവിടെ പോയിട്ട് ഇനി നമുക്ക് എന്ത് തിന്നണം? ബിരിയാണിയാ? പൊറോട്ടയൊക്കെ ഉണ്ടാവുന്നു. നമുക്കറിയില്ല എന്തൊക്കെയാവുന്നു. എന്തിപ്പോ കേറി വരുമ്പോ മറ്റേ ഡയലോഗ് പറഞ്ഞോളോ. ഞാനല്ലാതെ പിന്നെ ആയിരുന്നു. അതെ പാവം അമ്മലേട്ടൻ. പാവം ആദ്യം ബ്ലാക്ക് ഇട്ടതാ. ഞാൻ വിചാരിച്ച വേറെ പാന്റ്, ഈ പാന്റ് എനിക്കറിയില്ലായിരുന്നു. അതെ കാടിന്റെ നമുക്ക് പ്രകൃതി രമണി നോക്കാം. എന്തോ കൂടായ്പ മണത്തോക്ക്. അതെ ഞാൻ കണ്ട കറുപ്പ് ഷർട്ടല്ലേ. വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവനില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഡ്രൈവർ ക്യൂട്ടാണ്, സിംഗിൾ ആണ്, റെഡി ടു മിംഗിൾ ആണ്. പിന്നെ ചായ വേണ്ട, അവിടെ ഉണ്ടാവും. നോക്കാം നിങ്ങളൊന്ന് നോക്കിയാ എടുക്കോ ഒരെണ്ണം. അയ്യോ കിട്ടിയില്ല. എങ്ങനെയുണ്ട്? രസമുണ്ടോ? നല്ല മധുരം. പച്ചയും സിദ്ധാർത്ഥാണ് ഫോക്കസ് ആവണേ. നോക്ക് ആ റെഡ് സാരി നോക്കി. ആ റെഡ് സാരി ആരാന്ന്? അതല്ലേ ആയല്ലേ? രാവിലെ വരാന്ന് പറഞ്ഞ സീതേച്ചി എപ്പറ്റി നീയും പെടും. പെട്ട് ഇതെടുക്കണോ? ഇല്ലേ രണ്ടാമത്തെ തൊട്ടാട്ടോ ഈ വല്യമ്മന്റെ മോള്. ടിൻസ് അല്ലാട്ടോ, ഒരുപാട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് കൊടുത്തോ?
റോസ് വാട്ടർ സ്മെല്ലല്ലേ മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ അല്ലേ അല്ലേ ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ വീണ് കിട്ടിയ ജമ്മല്ലേ ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ അല്ലേ അല്ലേ സറണ്ടറായി മനസ്സ് നിരന്തരം നീ തപസ് കുലുങ്ങലായി കൊലുസ് മൃദംഗമായി ഞാനും പടച്ചതല്ലേ വല്ലിപ്പ ചിരിച്ചതല്ലേ കേരളത്തിലെ ചതല്ലേ ഇതാണ് നമ്മുടെ റിസപ്ഷൻ. പത്തിരി, റാവുത്തർ ബിരിയാണി, പിന്നെ നിറച്ച് സാലഡ് ഉണ്ട് കേട്ടോ. കുറേ ഫ്ലേവർ ഉണ്ട്. അതും അതിന്റെ മേലെ കിട്ടും ഇവിടെ. അപ്പോ ഐസ്ക്രീം ഒക്കെ ടളാ സെറ്റപ്പ്. എന്താ പൊരിയോ? ഇവിടെ പാലക്കാടത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതായത് കല്യാണത്തിന് പൈസ കൊണ്ടു നോക്കുന്നത് അപ്പം തന്നെ എഴുതി വെക്കുകയും ചെയ്യും. ഒക്കെ കണ്ടോ, ഒക്കെ തിട്ടപ്പെടുത്തി വെക്കും. 100, 200, 50 ഒക്കെ. അത് വീട്ടുകാരല്ല അല്ലേ, നാട്ടുകാർ. അവിടുത്തെ നാട്ടുകാരാണ് ഇതൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കുക. അവരെടുക്കില്ല ഇതിൻ്റെ പൈസ. അപ്പോൾ ഫുൾ സേഫാണ് കണ്ടോ. അങ്ങനെ വട്ടമേശ സമ്മേളനമാണ്. രാവിലെ ഉണ്ടായിരുന്നു അതുപോലെ. പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റാവുത്തർ ബിരിയാണി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കഴിച്ചില്ല. സാലഡുകൾ കുറേ തരം ഉണ്ടായിരുന്നു കേട്ടോ. into your playlist to show you new sounds. Or you can make music a shared experience when you host a jam, where you and your friends can add. നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത കല്യാണത്തിന്, ഈ അടുത്ത കല്യാണം അപ്പൊ നീ ബൈ. ഇനി രാത്രിയിൽ യാത്രയില്ല. അപ്പൊ ഓക്കെ ബൈ. അർജുൻ ചേട്ടൻ മുങ്ങി. ഇനി വരാൻ പോകുന്നൊരു നമസ്കാരം.